ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരം ഡിന്നറിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റാഗി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി അപ്പമാണ്. അപ്പോൾ ഈ ഒരു റാഗി അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുക്കുക, അതിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ഇട്ട് കൊടുക്കുക. ഈ ഒരു കപ്പിന് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അളന്നെടുക്കുക കേട്ടോ. 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 കപ്പിൽ കുറച്ച് താഴെയായിട്ട്, എന്നാൽ 1/4 കപ്പിനെക്കാട്ടിയും കുറച്ചും കൂടി മേലെയായിട്ട് വെള്ള അവിൽ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അവിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ നോർമൽ ചോറ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് മുഴുവനായിട്ട് തന്നെ സാധാ നോർമൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, സാധാ പച്ചവെള്ളം. 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ആദ്യം നിന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു കപ്പ് റാഗി പൗഡറിന് എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. നിങ്ങളെടുക്കുന്ന റാഗി പൗഡറിൻ്റെ അളവിനനുസരിച്ചിട്ട് ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ കൂടുതലാവാം, ചിലപ്പം സെയിം അളവ് തന്നെ വെള്ളം ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മാത്രം, കുറച്ച് മാത്രം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ 1 മിനിറ്റ് നല്ല പോലെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വേറൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഞാൻ മിക്സിൻ്റെ ജാറിൽ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടോട്ടൽ എനിക്ക് ഈ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. എന്നിട്ടത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കാതെ കുറച്ച് കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഒന്ന് അടച്ച് വെക്കുക. നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് നല്ല ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂർ എടുക്കും കേട്ടോ പൊങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ ഇതാ ഞാനൊരു 1.5 മണിക്കൂറിന് ശേഷമാണ് ഇത് ചുട്ടെടുക്കുന്നത്. പാന് നല്ല പോലെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. ചുട്ട് കഴിയുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു തവി മാവൊന്ന് ഒഴിച്ച് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മെല്ലെ ഒന്ന് റൗണ്ടിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല പോലെ ഹോൾസൊക്കെ വന്ന് ബബിൾസൊക്കെ പൊട്ടുന്ന ടൈമിൽ നമ്മൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മിനിറ്റ് ഒന്ന് വേവിക്കട്ടോ. അത് നമ്മൾ തിരിച്ചൊന്നും ഇടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആവിയിൽ കിടന്നിട്ട് നല്ല പോലെ കുക്കായിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അപ്പം കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പമാണ് കേട്ടോ. ഇതിന് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം തേങ്ങാപ്പാൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കൊടുത്താൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, റാഗി ദോശ ഒന്നും കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഓരോന്നും ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാവ് പൊങ്ങി വന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്നും വീഡിയോ സ്കിപ്പായതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ പൊങ്ങി വരുന്ന ആ ടൈമിൽ ആണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് ആ വീഡിയോ സ്കിപ്പായി പോയതുകൊണ്ട് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഒന്ന് ആഡ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല പഞ്ചസാരൻ്റെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. അതിൻ്റെ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പോലെ ഹോൾസൊക്കെ വന്നിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും കേട്ടോ. അത്ര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു അപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിത് നിങ്ങളെടുക്കുന്ന തവിയുടെ ഓരോ ഇതിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു അപ്പാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ചാനലിൽ റാഗി ദോശൻ്റെ തന്നെ വേറെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗി അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ദോശ നമുക്ക് നമ്മുടെ സാധാ പാലപ്പത്തിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കിയെടുത്താലും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ കുറച്ച് പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുട്ടികൾക്കും നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ ഈ ഒരു അപ്പത്തിന് കോംബോ ആയിട്ട് നല്ല പോലെ മാച്ചാവുന്നത് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ തേങ്ങാപ്പാൽ അരച്ചിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് കേട്ടോ ഒന്നുകൂടെ മാച്ചായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് വരാം.